അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് 7-ാം തീയതി മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ട്. ഈ 2 മണി കഴിഞ്ഞതിന്റെ ശേഷം തന്നെ സൈനുൽ ആബിദീൻ തങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. 1-2 വട്ടം വിളിച്ചപ്പോൾ തങ്ങൾ എടുത്തില്ല. പിന്നെ എടുത്തു. എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങൾ ഫ്രീയിലുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നാട്ടിലുണ്ട്, എന്തോ റാത്തീബ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ എത്ര സമയം കഴിഞ്ഞിട്ട് വിളിക്കണം തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ് തങ്ങളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം തങ്ങൾ വിളിക്കും. ഞാൻ വിളിക്കാം, ഓർമ്മയായില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അസറിന്റെ ശേഷം വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ അപ്പോ എന്തോ പരിപാടികളിലായിട്ടുള്ള ഒരു സൗണ്ട് വെച്ചപ്പോ പരിപാടികൾ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെയും കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഏകദേശം ഒരു 6 മണിക്ക് ഞാൻ തങ്ങളെ വിളിച്ചപ്പോൾ തങ്ങൾ എന്ത് ഫൈസി എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ജമീയത്തുൽ ഉലമായുടെ യോഗം കൂടിയിട്ടുണ്ട്, ആ യോഗ തീരുമാനങ്ങളെ തങ്ങൾ അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിലുള്ള തീരുമാനങ്ങളിൽ പെട്ടതാണ് തങ്ങൾ നാളത്തെ പരിപാടിയിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ പ്രത്യേകമായ രൂപത്തിൽ ഇവിടെ ജമിയത്തുൽ ഉലമായുടെ പ്രതിനിധികളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടിയും കൊണ്ട് ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഉള്ള പ്രത്യേക സാഹചര്യം ബഹുമാനപ്പെട്ട ബംബ്രാണി ഉസ്താദ് നിങ്ങളോട് വിവരിച്ചു. ഇതേ ഒക്ടോബർ 7-ാം തീയതി സമസ്ത 100-ാം വാർഷികത്തിന്റെ സ്വാഗത സമിതി യോഗം 11 മണിക്ക് ഒരുമിച്ച് കൂടുകയുണ്ടായി. അതിനു മുമ്പ് ജമിയത്തുൽ ഉലമായുടെ യോഗം 10 മണിക്ക് ചേരുകയും ചെയ്തു. ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് 100-ാം വാർഷികത്തിന്റെ വിജയത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ സയ്യിദുൽ ഉലമായുടെ ഡിസംബർ 19 മുതൽക്ക് 28 തീയതി വരേക്ക് നടക്കുന്ന സന്ദേശയാത്രയുടെ കാര്യങ്ങളും അതിന് വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് സംസാരിക്കുകയുമുണ്ടായി. അതിൻ്റെ ഇടയിൽ ജമിയത്തുൽ ഉലമായുടെ യോഗത്തിൽ പല കാര്യങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഇടയിൽ പിറ്റേ ദിവസം 8-ാം തീയതി മംഗലാപുരത്ത് ആരോ വന്ന് രൂപീകരിക്കുന്ന SMF-ന്റെ കാര്യവും ചർച്ചയിൽ വന്നു. ആ സന്ദർഭത്തിൽ ആ SMF ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൊണ്ടുള്ള അല്ല, ജമിയത്തുൽ ഉലമായുമായോ അല്ലെങ്കിൽ മറ്റുള്ള കീഴ്ഘടകങ്ങളുമായോ ആലോചിച്ചുകൊണ്ടോ ഈ ഡേറ്റ് അറിയിച്ചുകൊണ്ടോ അല്ല അന്ന് അവർ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ജമിയത്തുൽ ഉലമായിൽ ആലോചിക്കുകയും ആ SMF അതൊരു ദുരുദ്ദേശത്തോടുകൂടെയാണ് എന്ന് മനസ്സിലാക്കുകയും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഉലമാക്കളെയോ പ്രധാനപ്പെട്ട മഹല്ല് നേതാക്കളെയോ അറിയിക്കാതെ കുറഞ്ഞ ആൾക്കാർ മാത്രം, അവരുമായി ബന്ധപ്പെടുന്ന അവർ പറഞ്ഞതിന് അംഗീകരിക്കുന്ന ആൾക്കാർ മാത്രം ഒരുമിച്ച് കൂടിയും കൊണ്ട് രൂപീകരിക്കുമ്പോൾ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ജമിയത്തുൽ ഉലമ തീരുമാനിച്ചു ആ പരിപാടിയിൽ ആരും സംബന്ധിക്കാൻ പാടില്ല. ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാരോ അതിന്റെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തകന്മാരോ അതിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും അത് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളെ അറിയിക്കാൻ വേണ്ടി പ്രത്യേകമായി എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് 7-ാം തീയതി മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഏകദേശം 2 മണിയോളം ആയിട്ടുണ്ട്. ഈ 2 മണി കഴിഞ്ഞതിന്റെ ശേഷം തന്നെ സൈനുൽ ആബിദീൻ തങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. 1-2 വട്ടം വിളിച്ചപ്പോൾ തങ്ങൾ എടുത്തില്ല. പിന്നെ എടുത്തു. എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങൾ ഫ്രീയിലുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നാട്ടിലുണ്ട്, എന്തോ റാത്തീബ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ എത്ര സമയം കഴിഞ്ഞിട്ട് വിളിക്കണം തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും.
അപ്പൊ ഞാൻ പറഞ്ഞ് തങ്ങളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം തങ്ങൾ വിളിക്കും. ഞാൻ വിളിക്കാം, ഓർമ്മയായില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അസറിന്റെ ശേഷം വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ അപ്പോ എന്തോ പരിപാടികളിലായിട്ടുള്ള ഒരു സൗണ്ട് വെച്ചപ്പോ പരിപാടികൾ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെയും കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഏകദേശം ഒരു 6 മണിക്ക് ഞാൻ തങ്ങളെ വിളിച്ചപ്പോൾ തങ്ങൾ എന്ത് ഫൈസി എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ജമിയത്തുൽ ഉലമായുടെ യോഗം കൂടിയിട്ടുണ്ട്, ആ യോഗ തീരുമാനങ്ങളെ തങ്ങൾ അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള തീരുമാനങ്ങളിൽ പെട്ടതാണ് തങ്ങൾ നാളത്തെ പരിപാടിയിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന്. അപ്പൊ തങ്ങള് ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെയും കുറച്ച് സംസാരിച്ചു ഞങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് അപ്പൊ ബാങ്ക് കൊടുത്തു, മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തു, നിർത്തി. തങ്ങളോട് ഞാൻ പറഞ്ഞു മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം വിളിക്കാമെന്ന്. മഗ്‌രിബ് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ദിക്ർ ഔറാദിലെല്ലാം ഉണ്ടാവില്ല, അതുകൊണ്ട് അപ്പത് വിളിച്ചില്ല. ഇശാക്ക് മുമ്പ് ഏതായാലും രണ്ടാമത് വിളിച്ചു, തങ്ങളെടുത്തില്ല. പിന്നെ ഇശാ കഴിഞ്ഞിട്ട് ഒരു 9:30 മണി 10 മണിയുടെ ഉള്ളിലായിട്ട് പിന്നെയും വിളിച്ചു, അപ്പൊന്നും എടുത്തിട്ടില്ല. ഏതായാലും യോഗ തീരുമാനം തങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട്, അത് തീരുമാനിച്ചത് തന്നെയാണ്. തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തങ്ങളെ വിളിച്ച് അറിയിക്കൂലല്ലോ. തീരുമാനിക്കാത്തൊരു കാര്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ യോഗത്തിൽ തീരുമാനിച്ചതാണ്, ആരും സമ്മതിക്കാൻ പാടില്ല, തങ്ങളും അതിൽ പോകാൻ പാടില്ല, ആ വിഷയം തങ്ങൾക്ക് അറിയിക്കണമെന്ന്. അതിന്റെ ശേഷം പിന്നെ തീരുമാനിച്ചിട്ടില്ല എന്ന് ആരോ ഒരാള് പറയുന്നത് അത് കളവാണ്, അത് ശരിയല്ല. അതിന്റെ മിനിറ്റ്സ് ബുക്കെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. ബാക്കിയുള്ള ആരും തന്നെ ഒരു വ്യക്തിയല്ലാതെ വേറെ ആരും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ അത് സമസ്ത അംഗീകരിച്ചൊരു സംഘടന തന്നെയാണ്. പക്ഷേ അതതിന്റെ രൂപത്തിലായിരിക്കണം. ഒരു വിഭാഗം മാത്രം വന്ന് അത് അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം, ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രം വിളിച്ചു ചേർത്തുകൊണ്ട് അത് രൂപീകരിക്കുമ്പോൾ അത് ജില്ലയിലുള്ള എല്ലാവർക്കും പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിലാരും സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചതും അങ്ങനെ തന്നെയാണ്. ഇപ്പോ അതിൽ സംബന്ധിക്കേണ്ട, പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് എല്ലാവരും സമസ്തയുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടിയിട്ട് SMF രൂപീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് ഇനിയും SMF നമുക്ക് സമസ്തയുടെ കീഴ്ഘടകം തന്നെയാണ്. എല്ലാവരെയും, ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകന്മാരെയും കൂട്ടിയിട്ട് നല്ല ഒരു ഭദ്രമായ SMF രൂപീകരിക്കണം. എന്നിട്ട് ബാക്കിയുള്ള സംഘടനകളെല്ലാം ഇവിടെ പ്രവർത്തിക്കും പോലെ SKSF, SYS പോലെയുള്ള ബാക്കിയുള്ള എല്ലാ സംഘടനകളും പ്രവർത്തിക്കും പോലെ അതും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ സംഘടനയ്ക്ക് വേണ്ടി, സമസ്തക്ക് വേണ്ടി നല്ല നിലക്ക് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും, സമസ്തക്കും ജമിയത്തുൽ ഉലമായിനും കീഴ്ഘടകങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ദാറുൽ ഹുദയിൽ വെച്ചുകൊണ്ട് SMF-ന്റെ ഒരു അഡ്ഹോക് സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായപ്പോൾ ഞാനും ബമ്രാണി ഉസ്താദും ഞങ്ങൾക്ക് ആ വിഷയം അറിയുകയില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം കോഴിക്കോട് വെച്ചുകൊണ്ട് സമസ്തയുടെ ഒരു സ്വാഗത സമിതിയുടെ യോഗം കൂടിയപ്പോൾ ആലിപ്പറമ്പ് അതിൽ വന്നിരുന്നു. ആലിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് SMF രൂപീകരിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിലേക്ക് വന്നുകൊണ്ട് ഒരു 4-5 ആളെ തെരഞ്ഞെടുത്തിട്ട് പിന്നെ രൂപീകരിക്കാൻ കഴിയാതെ അങ്ങനെ പോയതാണ്. ആ ആലിപ്പറമ്പ് എന്നെ കണ്ടപ്പോൾ ഞാനും അയാളുമായി സംസാരിച്ചു ഈ വിഷയത്തിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ ദാറുൽ ഹുദയില് അങ്ങനെ രൂപീകരിച്ചിട്ടില്ല, അത് കല്ലായി, അബ്ദുറഹ്മാൻ കല്ലായി ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് വായിച്ചത് മാത്രമാണ്, അത് SMF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചതല്ല എന്ന് ആലിപ്പറമ്പ് ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ അഡ്ഹോക് സമിതിയുടെ വന്നുകൊണ്ട് കമ്മിറ്റി രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ചതല്ലാതെ പിന്നെ അബ്ദുറഹ്മാൻ കല്ലായി അത് ഒരു ലിസ്റ്റ് വായിച്ചത് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അദ്ദേഹം ഒരു SMF-ന്റെ ആളാണല്ലോ ആലിപ്പറമ്പ്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ SMF രൂപീകരിക്കാൻ വേണ്ടി വരുന്നത്? അപ്പൊ ഇതിലെല്ലാം ഒരു ദുരൂഹതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് 8-ാം തീയതിക്ക് അത് രൂപീകരിക്കേണ്ട, പിന്നീട് എല്ലാവരും കൂടി ഒന്നിച്ച് രൂപീകരിക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചതും അതിൽ നമ്മളെ പ്രവർത്തകന്മാരും പോകരുത് എന്ന് പറഞ്ഞതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി, സമസ്തയുടെ നേതാക്കളും അതിന്റെ അംഗീകാരത്തോടുകൂടിയും നമുക്ക് നല്ലൊരു SMF രൂപീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനും അതുപോലെയുള്ള സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങൾക്കും SKSF,
SYS, ജമിയത്തുൽ മുഅല്ലിമീൻ പോലെയുള്ള എല്ലാ സംഘടനകളും സമസ്തയുടെ കീഴിലായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കും പോലെ ഈ SMF-നും നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ, എല്ലാവരെയും ചേർത്തുകൊണ്ട് രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.